ആരാണ് ജയിച്ചത്? അവർണർക്ക് വഴിനടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായി നടത്തിയ വില്ലുവണ്ടി സമരം കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു. നാടകത്തിന് പോയിരുന്നു. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് ഞാൻ വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് എവിടെ തിരുവനന്തപുരത്തോട്ട് പോകുന്നു, തിരുവനന്തപുരത്തേക്ക് പോയിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഇറങ്ങപ്പോൾ ഒരു പോലീസുകാരൻ കണ്ടു. അപ്പോൾ ട്രെയിൻ എടുക്കാൻ നേരമായിട്ടോ. എന്നിട്ട് കയറാൻ നോക്കുമ്പോൾ എന്നെ ആൾ പിടിച്ചിട്ട് ആൾ വിട്ടില്ല. അപ്പോൾ ആൾ എന്തുകൊണ്ടാണ് എന്നെ പിടിച്ചതെന്നറിയില്ല. ഇനിയിപ്പോൾ എൻ്റെ കളറിൻ്റെ പ്രശ്നമാണോ അതോ എൻ്റെ മുടിയുടെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല. ആൾ നിന്നെ കണ്ടിട്ട് ഇപ്പോൾ ഇതിൽ വന്ന പോലെ തന്നെ എന്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ എന്നൊക്കെ ആളിൻ്റെ അടുത്ത് ചോദിച്ചു. ഞങ്ങൾക്കും പഠിക്കണം, ഞങ്ങളുടെ കുട്ടികൾക്കും പഠിച്ചു വളരണം. ഞങ്ങളുടെ പൈതങ്ങളെ പള്ളിക്കൂടത്തിൽ കയറ്റിയില്ലെങ്കിൽ ഈ കാടായ പാടത്തൊക്കെ ഞങ്ങൾ മുട്ടിപ്പുല്ല് മുളപ്പിക്കും. വരൂ, നിങ്ങളും എന്നോടൊപ്പം വരൂ. നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. 1.5 നൂറ്റാണ്ട് മുമ്പ് ഈ വില്ലുവണ്ടി ഓടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ പൂർണ്ണമായ സമത്വത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കപ്പെട്ടു എന്നായിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ എന്നെയും എൻ്റെ ഈ വില്ലുവണ്ടിയെയും അന്വേഷിക്കുന്നു. ഇനി എത്ര നൂറ്റാണ്ട് വേണ്ടിവരും ഈ വില്ലുവണ്ടി ഉപേക്ഷിക്കാൻ? കയറൂ. ഇതിന്റെ ചക്രങ്ങൾ ഉരുളുന്നത് ചരിത്രത്തിലേക്കാണ്. വയലിന്റെ ചരിത്രത്തിലേക്ക്, വഴിയുടെ ചരിത്രത്തിലേക്ക്, നമ്മളെ പോലുള്ള കറുത്തവരുടെ ചരിത്രത്തിലേക്ക്. വരികയാണ് വരികയാണ് പടനയിക്കാൻ, വരികയാണ് വരികയാണ് പടനയിക്കാൻ. ഞങ്ങളുടെ വഴിയും വയലും പിടിച്ചെടുക്കാൻ, ഞങ്ങളുടെ അറിവും അരങ്ങും തിരിച്ചെടുക്കാൻ. ആരാണ് ഞങ്ങളുടെ വഴി മുടക്കിടുവാൻ? ആരാണ് ഞങ്ങളുടെ എഴുത്താണി മുറിക്കുവാൻ? ആരാണ് ഞങ്ങളുടെ അക്ഷരങ്ങൾ മായ്ക്കുവാൻ? ആരാണ് ഞങ്ങളുടെ കുരലടച്ചിടുവാൻ? വരികയാണ് വരികയാണ് പടനയിക്കാൻ, ഞങ്ങളുടെ വഴിയും വയലും പിടിച്ചെടുക്കാൻ, ഞങ്ങളുടെ അറിവും അരങ്ങും തിരിച്ചെടുക്കാൻ.
അയ്യങ്കാളി ഒരു ദലിതരായിട്ടുള്ളൊരു പഞ്ചമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരികയാണ്. അതിന് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നിട്ട് അതിനാണ് സവർണ ആളുകൾ ആ സ്കൂൾ കത്തിക്കുന്നത്. ഞാൻ പറയണതെങ്കിൽ ഇന്ത്യയുടെ ദലിത് പ്രശ്നങ്ങൾ പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു അംബേദ്കർ ഉണ്ട്. ഇപ്പോൾ പിന്നെ കേരളത്തിൽ ഈ പറയുന്ന പോലെ അയ്യങ്കാളി ഉണ്ട്. അപ്പം ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചത്, നമ്മൾ നാടകക്കാരല്ലേ, നമ്മൾ ആലോചിച്ചൊരു കാര്യം വെച്ചാൽ ഈ രണ്ടുപേരും രണ്ട് കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അൻഹൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന അംബേദ്കർ സാറിൻ്റെ ഒരു ബുക്കിൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ കാസ്റ്റ് സിസ്റ്റം ഡിസൈഡ് ചെയ്തപ്പം കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയും തൊഴിലിൻ്റെ ബേസിസിലാണെന്ന്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ബ്രാഹ്മണർ വെളുത്തത്, ക്ഷത്രിയർ കുറച്ച് എന്താ പറയുക ഫെയർ സ്കിൻ, വൈശ്യർ, ശൂദ്രർ, കറുത്തവർ എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഡ്രാമ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയ ആസ്പെക്റ്റ് മാത്രമല്ല കവർ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇന്നും എൻ്റെ കുട്ടിക്കാലത്തും മേ ബി ഇരുണ്ട നിറമായതുകൊണ്ട് ഞാൻ പല ആൾക്കാരായിട്ട് സംസാരിച്ചപ്പം നമ്മുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്തിലും അപ്ബ്രിങ്ങിങ്ങിലും ഇന്ന് രാവിലെയും കൂടി ഞങ്ങൾ സംസാരിച്ചപ്പം ഇച്ചിരി ഇരുണ്ട നിറമായിരുന്നപ്പം നിങ്ങളപ്പോൾ റിസർവ്ഡ് കാസ്റ്റിനെ പോലെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നിന്നെ കാണാനൊരു ശരിയായ നോട്ടം ഇല്ലല്ലോ, നിറത്തിൻ്റെ ബേസിസ്, അതിൻ്റെ ബേസിസിൽ ഞങ്ങൾ ചെയ്തപ്പം അത് ഞങ്ങൾ പിന്നീട് അതിനെക്കുറിച്ചിട്ട് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. എസ്പെഷ്യലി നാടകത്തിൽ നമ്മൾ കവർ ചെയ്യാത്ത കുറേ ലാസ്റ്റ് തലയോട്ടികളൊക്കെ കിട്ടിയ ഇൻസിഡൻസ്, കൂക്ലക്സ് ക്ലാൻ്റെ ഒക്കെ റെഫറൻസ്, ഇതൊക്കെ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ലൈക്ക് അതിലെല്ലാത്തിൻ്റെ ഒരു ഹയർ പേർപ്പസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുപോലത്തെ കോമഡി സീൻസ് കാണുമ്പോൾ ശരിക്കും ചിരി വരാറില്ല. അപ്പം ഞാൻ സുന്ദരിയാണ് അല്ലെങ്കിൽ എന്ന് എനിക്ക് ഉറപ്പുള്ള സ്ഥലത്ത് പോലും എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തന്നിരുന്ന ഒരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ കറുത്തതാണെങ്കിലും സുന്ദരിയാണ്. ഞാൻ ഡാർക്ക് സ്കിന്നാണ്, അതുകൂടാണ്ട് സൈസ് ഉണ്ട്. പക്ഷേ അത് എനിക്ക് പല കമൻസും കാര്യങ്ങളും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ട് എന്നെ അഫക്റ്റും ആയിട്ടുണ്ട്. പക്ഷെ വാക്കുകൾ വെച്ചിട്ടിങ്ങനെ കളിയാക്കി സംസാരിക്കും. ഓരോരോ വീട് കറുപ്പണ്ണ, കരിങ്കുട്ടി, കുറുഞ്ചാത്ത. ഒരിക്കൽ പള്ളിയെ വെച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പം ഒരു ചെറുക്കൻ എന്തോ സംസാരിച്ച് വരുമായിരുന്നു. അപ്പോൾ ആ ചെറുക്കൻ പറഞ്ഞു, നീ ഭയങ്കര കറുത്തിട്ടല്ലേ, ഇതാണെന്നൊക്കെ. ഒരു പ്രാവശ്യം ഒരു മൂവി, അപ്പം ഈ മൂവിയിലേക്ക് അവരെന്നെ വിളിച്ചു. ഞാൻ അവർക്ക് പോയി ഓഡീഷൻ കൊടുത്തു. തിരിച്ച് വന്നിട്ട് ഞാനൊരു ഫോളോ അപ്പ് ബാക്കിന് വേണ്ടിയിട്ട് ഞാൻ അവരെ വിളിച്ചപ്പം അവർ പറഞ്ഞത് എന്നോട് ഇതൊരു സൊസൈറ്റിയിൽ ഭയങ്കര എന്താ പറയുക അപ്പർ ക്ലാസ് ഫാമിലിയാണ്. അപ്പം അതിന് കുറച്ചും കൂടെ കളറ് വേണം, വെളുത്ത കുട്ടീനെ വേണം അവർക്ക്. നമുക്കറിയാം ഇന്ന് വരെയുള്ള എല്ലാ അഡ്വർടൈസ്മെൻറ്റും നോക്കിയാലും കറുത്തിട്ട് കല്യാണം കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കറക്കുമ്പം ജോലി കിട്ടാത്ത സ്ത്രീകളെയാണ് എപ്പോഴും അഡ്വർടൈസ്മെൻറ്റ്സ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കത്തില്ല. ലൈക്ക് ഇപ്പം കുഞ്ഞിലെ തൊട്ട് ഇങ്ങനെ കറുത്തിരിക്കുമ്പോൾ ഒരു ഇത് വരുമല്ലോ. അപ്പം കുഞ്ഞിലോട്ട് നീ ഇതും കൂടി ഇച്ചിരി ഇതങ്ങ് അപ്പം തന്നെ ചെയ്തങ്ങ് പോകുമെന്ന് പറഞ്ഞ് കുഞ്ഞിലോട്ട് കേട്ട് വളർന്നു വരുന്നതാണ്. സോ അതങ്ങ് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നു. നമ്മുടെ സൊസൈറ്റി മെന്നിന് വേണ്ടിയിട്ട് കുറച്ച് ബ്യൂട്ടി കോൺസെപ്റ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത്യാവശ്യം 6 പാക്ക് വേണം, നല്ല വെളുത്ത് തുടുത്തിട്ടുണ്ടാവണം. സോ അതൊക്കെ എങ്ങനെയാണ് ചേട്ടൻ നോക്കി കാണുന്നത്? പെർസെപ്ഷൻസാണ്, റോങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ബാക്കിയുള്ളവരപ്പോൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർക്ക് ബ്യൂട്ടി ഇല്ലേ? ഇത് ഈ പറഞ്ഞ പോലെ പണ്ടത്തെ കഥകളിലും കേട്ടും, അതുപോലെ അത് സിനിമയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കുകളോ പുസ്തകങ്ങളിൽ വരുന്ന ചിത്രങ്ങൾ ആരോ വരച്ചു, അപ്പോൾ അത് പതിഞ്ഞ് വീണ്ടും കൈമാറി വന്ന് ഓരോ രൂപങ്ങൾ. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന. ഇപ്പോൾ എന്താ പറയുക, അവരുടെ സ്റ്റാച്യു ആയാലും അല്ലെങ്കിൽ ഒരു പിക്ചർ ആയാലും അതങ്ങനെ കാണുന്നത്. ഇപ്പം നാളെ ഇത് മാറ്റി വരച്ച് അത് വീണ്ടും വേറെ കൈമാറി വേറൊരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ജനറേഷൻ ചിലപ്പോൾ അവർ അങ്ങനെയായിരിക്കും കാണുന്നത്. ഇപ്പോൾ മഹാബലി 6 പാക്ക് ആക്കിയിട്ട് ഇന്നോട്ട് വരച്ചു തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെ മഹാബലി അങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മഹാബലി ഓണം ആഘോഷത്തിന് വേണ്ടി മഹാബലി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നല്ല തടിയുള്ള ആരെങ്കിലും ഒക്കെ തന്നെ നമ്മളെടുത്ത് വെക്കും. അപ്പോൾ അതിന് വരെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ
ചിലപ്പോൾ ഈ ട്രെൻഡ് മാറും, ഒരു 20 കഴിയുമ്പോൾ ചിലപ്പോൾ 6 പാക്കുള്ള മഹാബലിയായി മാറും, അങ്ങനെ പലതും വരാം. Even gods cannot escape this discrimination in our country. You all know Lord Krishna. Krishna means dark. He is described in the Mahabharata as Neelamegha-shyama, which means as dark as the rain-filled cloud. Then why the hell do they show him everywhere to be sky blue in color? നല്ല നിറമുണ്ട് കുട്ടിക്ക് എന്ന് നമ്മൾ പറയുമല്ലോ. നല്ല നിറം പറഞ്ഞാൽ കറുപ്പ് നല്ല നിറമാണല്ലോ. നല്ല നിറം എന്ന് പറഞ്ഞാൽ നല്ല നല്ല കറുപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വെളുപ്പ് എന്നുള്ളത്. അല്ല, അധികാരത്തിൻ്റെ നിറമായതുകൊണ്ടായിരിക്കാം അതുണ്ട് അതിൻ്റെ കൂടെ തന്നെ. പക്ഷേ എല്ലാ കാലത്തും നമുക്ക് ഈ ഒരു തരം വിധേയത്വം വെളുപ്പ് നിറത്തിനോടുണ്ട്. അതുകൊണ്ട് വെളുത്തിനോടുള്ള ഭ്രമമുണ്ട്. ഇതിന് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും കൂടിയാണ് വലിയ വിഷയം. പിന്നെ ഇപ്പോൾ നമുക്കറിയാലോ, ഇന്ത്യയിലായാലും ഇപ്പോൾ ഒരു വളരെ വലിയ ശതമാനം ട്രൈബൽസും ദളിതരുമായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എവിടെയും ബിസിനസ് ലോകത്തായാലും എഞ്ചിനീയർ മേഖലയായാലും മറ്റേ ഒരു മേഖലയും രാഷ്ട്രീയ രംഗത്തായാലും ഒരാളെ ഒരു സ്ത്രീ എന്താ പറയുക ദളിത് സ്ത്രീനെ ഒരു ഗോത്രവർഗ്ഗക്കാരിയെ പ്രസിഡൻ്റാക്കിയോടുകൂടി തീരാവുന്ന പ്രശ്നമല്ലല്ലോ ഇവിടെ ഉള്ളത്. പക്ഷെ അത് അങ്ങനത്തെ ഓട്ടടക്കലുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെളുക്കാനുള്ള ക്രീമുണ്ട്, കറുക്കാനുള്ള ക്രീമില്ല. ഇപ്പം തന്നെ നിലവിൽ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ക്രീം, വൈറ്റനിങ് ക്രീം കുറേ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കുറേ പേർക്ക് അത് സൈഡ് എഫക്റ്റ് വരുത്തിയിട്ടുണ്ട്. പലപ്പോഴും ഫെയർനെസ്സിനായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നത് സ്റ്റിറോയിഡ്സ് ആണ്, സ്റ്റിറോയിഡ് ക്രീംസ്. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് മാതിരിയാണ് ഈ സ്കിൻ ലൈറ്റനിങ് എഫക്റ്റ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ദീർഘകാലമായിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് ആക്ച്വലി കേടുകളാണ് സംഭവിക്കുന്നത്. കേടുകൾ എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ കട്ടി കുറയൽ, സ്കിന്നിലെ രക്തക്കുഴലുകൾ കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് കാണുകയും ചെയ്യുക, അങ്ങനത്തെ പല ഇഷ്യൂസും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിറോയിഡ്സിനെ പറ്റി പറയുമ്പോൾ അതിന് വേറെ ഇഷ്യൂവിൽ നമ്മൾ ബോഡി ഇറ്റ് കൈൻഡ് ഓഫ് ബിക്കംസ് അഡിക്റ്റഡ് ടു ദി സ്റ്റിറോയിഡ്സ്. അത് വിഡ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ പറയുന്നത് വെച്ചാൽ നമ്മൾ സ്റ്റിറോയിഡ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സ്കിന്ന് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു, നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ കരിവാളിപ്പും അങ്ങനത്തെ ചേഞ്ചസ് എല്ലാം വരുന്നു എന്നുള്ളൊരു ഇഷ്യൂ വരാറുണ്ട്. അപ്പോൾ ഇവരിത് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്കിൻ എട്രോഫി, അതായത് സ്കിന്ന് കട്ടി കുറയൽ, നമ്മൾ രക്തക്കുഴലുകൾ കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് കാണില്ല, അങ്ങനെ പല ഇഷ്യൂസും വരുന്നു. ആൻഡ് വൺസ് ദാറ്റ് കംസ് അത് ഇറിവേഴ്സിബിൾ ആണ്. അത് പിന്നെ റിവേഴ്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. To understand the dominance of skin whitening creams and cosmetics across various professions, we contacted an expert in the field. മെയിൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഹൗ ടു യൂസ് ദ മേക്കപ്പ്, അല്ലെങ്കിൽ ഹൗ ടു കവർ അവർ മാർക്സ് ആൻഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ പ്രാക്ടീസസ് ആണ് അതൊക്കെ. ആൻഡ് ദേ വിൽ സജസ്റ്റ് ദ കോസ്മെറ്റിക്സ് വിച്ച് വി ഹാവ് ടു യൂസ്. ഒരു ഫൈനൽ ഇൻ്റർവ്യൂവിൽ എത്തിക്കഴിഞ്ഞ് നിൽക്കുന്ന 2 കാൻഡിഡേറ്റ്, ലൈക്ക് ഒരു ഡാർക്ക് സ്കിന്നും ഒരു ഫെയർ സ്കിന്നും ഉണ്ടെങ്കിൽ there are chances, like more chances to fair skin actually. സ്കിൻ കളർ, സ്കിന്നിൻ്റെ ടോൺ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇത്രയും ഇൻസെക്യൂർ ആയതുകൊണ്ട് തന്നെ സ്കിൻ വൈറ്റനിങ് ഇൻഡസ്ട്രിക്ക് 2023 ഒക്കെ ആകുമ്പോഴത്തേന് ഒരു $720 million ഒരു ലാഭം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ദേ ആർ സെല്ലിങ്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് അതിൻ്റെ ഒരു സയൻറ്റിഫിക് പാർട്ടാണ്. എന്നാൽ നമ്മൾ സ്കിന്നിൻ്റെ നിറം അതൊരു വലിയൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നല്ലതുമുണ്ട് ചീത്തയായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും നമ്മൾ നിറം ഒരു വലിയൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സിമ്പിളായിട്ട് നോക്കാൻ പറ്റുന്ന നമ്മൾ ഈ പേപ്പറിലൊക്കെ കാണുന്ന മാട്രിമോണിയൽ ആഡ്സിൽ പോലും ഒരു ഫെയർ കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മളിപ്പോഴും എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സൊസൈറ്റിയുടെ ലെവലിൽ തന്നെ നമുക്കത് മാറ്റം വരുത്തേണ്ട ഒരു കാര്യമാണ്. देख बहुरानी गौर से सुन, मुझे गोरा बच्चा चाहिए कान खोल के सुन. बेटा चाय ना पी, बच्चा काला हो जाएगा. इस दुनिया की भीड़ में अनजाना हो जाएगा. धूप में न जा, रंग मैला हो जाएगा. दादी की मेहनत का ठेंगा हो जाएगा. देखा है तुम्हें ताने मारते हुए, धुतकारते हुए तुम्हें हम रंग का मजाक उड़ाते हुए Miss Millennial Kerala Abhirami. I think always people wanted to showcase
ദർ സോഷ്യൽ സ്റ്റാൻഡേർഡ് ബ്യൂട്ടി. അതായത് സൊസൈറ്റി ഒരു ബോർഡർ ലൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഇസ് മേ ബി ഫെയർ ഓർ വിത്ത് ലോങ് ഹെയർ ഓർ സം സോർട്ട് ഓഫ് ബ്യൂട്ടി ക്യാരക്ടേഴ്സ് ആർ ബീൻ സെറ്റ് ടു ബി ബ്യൂട്ടി. ഒരു കുട്ടി കാണുന്ന ഒരു രൂപമാണിത്. ഓക്കെ, അവൻ്റെ അമ്മയും മേ ബി ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. സോ അവൻ്റെ കോൺസെപ്റ്റ് ഫുൾ ചേഞ്ച് ചെയ്യുന്നത് ഫെയറർ ഇസ് ബ്യൂട്ടിഫുൾ. നമ്മളായിട്ടിരിക്കാൻ നമ്മൾ പേടിക്കുമ്പോഴാണ് നമ്മൾ ഈ സൊസൈറ്റിയിൽ ഒറ്റപ്പെടുന്നത്. നമ്മളെന്താണോ നമ്മളതിനെ എങ്ങനെ പോർട്രേ ചെയ്യുന്നു അതാണ് സൊസൈറ്റി പേടിക്കുന്നതും. ഓക്കെ, ഒരു ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ഒരാൾ മേ ബി ഐ ആം എ മിസ് കേരള, ഞാൻ അങ്ങനെ ഒരാളാണെന്ന് പറഞ്ഞ് പോയി നിൽക്കുമ്പോൾ പീപ്പിൾ വിൽ ഗെറ്റ് ബാഡ്. അവരെപ്പോഴും തിങ്ക് ചെയ്യുന്നത് ഹൗ ഷീ ക്യാൻ ബി, ബിക്കോസ് അവർ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഷീ ഹാവ്. സോ ആ ഒരു സാധനം ബ്രേക്ക് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ എപ്പോഴത്തെയും മോട്ടീവ്. അന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും, ആരാണ് ജയിച്ചത്? ആര് ജയിച്ചാലും തോൽക്കുന്നത് എപ്പോഴും നമ്മളാവുന്നത് എന്തുകൊണ്ടാണ്? പക്ഷെ കുയിലി, നമ്മൾ എന്തുകൊണ്ടാണ് എപ്പോഴും തോറ്റു പോകുന്നത്? ജയവും പരാജയവുമല്ല, നമ്മൾ എന്താണെന്ന് നിശ്ചയിക്കുന്നത്. എന്താണ് ഒരു സ്ത്രീക്ക്, അല്ല ഒരു കറുത്ത സ്ത്രീക്ക് ജയവും പരാജയവും? ഒരാൾക്കും ഒന്നിനും നമ്മളെ തീരുമാനിക്കാനാവില്ല. നമ്മൾ എന്താണെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഓരോ സ്ത്രീയും ഓരോ പോരാളിയാണ്. അകത്തും പുറത്തും എവിടെയും എപ്പോഴും അവൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ കുയിലായാലും ബിർസാമുണ്ടായാലുള്ള ആളുകളൊക്കെ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ആൾക്കാർ പറയുന്നൊരു ആഘോഷം പോലെ, പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സത്ത എന്താണെന്നൊന്നും അറിയാതെയാണ്, വെറുതെ ആഘോഷിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഇതിൽ ഇങ്ങനെ മറക്കപ്പെടുകയും ചെയ്യുന്ന വളരെ അടിസ്ഥാനവർഗത്തിൽപ്പെട്ട സമരം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളെ ചരിത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇല്ലാതെയാക്കാവുന്ന ഒരു ശ്രമം വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മ്യൂസിയങ്ങൾ മുഴുവൻ ചരിത്രത്തെ മുഴുവൻ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഇപ്പോൾ കൂടെ നമ്മൾ കടന്നു പോകണം. അതന്നെയാണ് ഇതിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കാക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാക്കയ്ക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. കാക്ക വിചാരിക്കണത് കാക്കയാണ് ദ അഗ്ലിയസ്റ്റ് ബേർഡ് അല്ലെങ്കിൽ അഗ്ലിയസ്റ്റ് അനിമൽ ഓൺ എർത്ത്. അങ്ങനെയാണ് കാക്ക വിചാരിക്കുന്നത്. കാക്ക ചെന്ന് കൊക്കിനോട് ചോദിച്ചു, നീ എന്തൊരു വെളുപ്പാണ്, നിന്നെ കാണാൻ എന്ത് രസമാണ്. അപ്പോൾ കൊക്ക് തത്തയെ കാണിച്ചിട്ട് പറഞ്ഞു, തത്തയ്ക്ക് പല കളറുണ്ട്, തത്തയ്ക്ക് സംസാരിക്കാൻ പറ്റും, നീ തത്തയെ നോക്ക്, തത്തയ്ക്കാണ് എന്നേക്കാൾ ഭംഗി. അപ്പോൾ കാക്ക തത്തയെടുക്ക ചെന്നപ്പോൾ തത്ത പറഞ്ഞു, അവിടെ നിൽക്കുന്ന മയിലിനെ നോക്കുന്നു, അതിന് പീലി വിടർത്താം, നൃത്തം ചെയ്യാം, ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരും, എത്ര ഭംഗിയാണ് അതിനെ കാണാൻ. അപ്പോൾ ഈ കാക്ക മയിലിൻ്റെ പോകുന്നു. അപ്പോൾ മയിൽ പറയുന്നു, ശരിയാണ്, ഞാൻ വളരെ കളർഫുള്ളാണ്, പക്ഷേ നീ ആലോചിച്ച് നോക്ക്, ഞാൻ ഒരു കൂട്ടിലാണ്, ഐ മീൻ എ കേജ്. അപ്പോൾ ആൾക്കാരെന്നെ കാണുന്നു, എനിക്കൊരു ഫ്രീഡം ഇല്ല. ഇതിൻ്റെയൊക്കെ അവസാനം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഒരു സൗന്ദര്യ സങ്കല്പം
ആണ് എല്ലാവരും ഫോളോ ചെയ്ത് പോകുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, ഓരോ സൗന്ദര്യവും ഡിഫറെൻ്റ് ആണ്, ഓരോ ക്യാരക്ടറും ഡിഫറെൻ്റ് ആണ്. ആരാണ് ജയിച്ചത്? എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്. അത് ഭാവിയിൽ എന്തായാലും മാറേണ്ടതാണ്. ബേസിക്കലി അത് മാറണമെങ്കിൽ നെക്സ്റ്റ് ജനറേഷനിലെ പാരൻറ്റിങ്ങിൽ തന്നെ ആ ഒരു ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് തോന്നുന്നു. ആൾക്കാരുടെ പേരുകൊണ്ടും പിന്നെ മുടി കൊണ്ടും ഒക്കെ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തരുടെ സ്വഭാവം കണക്കാക്കാൻ തന്നെ മണ്ടത്തരമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയല്ലേ, ഇപ്പോൾ APJ അബ്ദുൽ കലാം മുടി വളർത്തിയുള്ളതാ, ആൾ കഞ്ചാവായിരുന്ന അല്ലല്ലോ. ബ്യൂട്ടി ഈസ് എവറിവെയർ. അത് കണ്ണ് തുറന്ന് നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്.